കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയെന്നാണ് വിശേഷണമെങ്കിലും പ്രായഭേദമന്യേ പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമാണ് ആദ്യ ദിനം ബറോസിന് ലഭിച്ചത്. ഹോളിവുഡ് സ്റ്റൈലിലുള്ള വിഷ്വൽ എഫക്റ്റുകൾ പ്രേക്ഷകരെ ആകർഷിച്ചു. പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിച്ച സിനിമ എന്ന പ്രത്യേകതയും ഈ മോഹൻലാൽ ചിത്രത്തിനുണ്ട്. സംവിധായകൻ മോഹൻലാൽ എന്ന് ടൈറ്റിൽ സ്ക്രീനിൽ തെളിയുന്നതായിരുന്നു പ്രധാന ആകർഷണം. പ്രതീക്ഷയ്ക്കപ്പുറമുള്ള സ്വീകാര്യതയാണ് ബറോസിന് ലഭിക്കുന്നത്. ബറോസ് റിലീസ് കളക്ഷനായി 3 കോടിക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റായി നേടിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബറോസ് മലയാളത്തിന്റെ ബോഗൻവില്ലയെയും മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷനും മറികടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബോഗൻവില്ല റിലീസ് കളക്ഷൻ 3 കോടി രൂപയാണ് നേടിയത്. മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷനും 3 കോടി രൂപയായിരുന്നു. ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എന്നതും പ്രത്യേകത തന്നെയാണ്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടി രൂപയിലധികം നേടിയിരുന്നു ചിത്രം. ആരൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്നത് റിലീസിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് വ്യക്തമാകുക. എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലാകും. മോഹൻലാൽ പാടുന്നുവെന്നതും ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ്. മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേതെന്നാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായം. സംവിധായകൻ മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം 3Dയിലെത്തുമ്പോൾ ആകെ ബജറ്റ് 100 കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂറാണ്. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രം തന്നെയാണ് ബറോസ്. എന്നാൽ സാങ്കേതികമായി നല്ല സിനിമയാണെങ്കിലും കഥ എത്ര ആകർഷണമല്ലെന്നും ചില പ്രേക്ഷകർ തുറന്നു പറഞ്ഞു. എങ്കിലും ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കമാണ് ബറോസിന് ലഭിച്ചിരിക്കുന്നത്. അവധിക്കാല സീസണായതിനാൽ ചിത്രം വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ നേടുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.